കഴിഞ്ഞ 3 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിലായി കൊല്ലത്ത് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന NK പ്രേമേന്ദ്രനെ സംഘി എന്ന് വിളിച്ച് പരനാറി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കേരളത്തിന് മുമ്പിൽ ഇളിഭ്യനായി നിൽക്കുകയാണ്. സ്വന്തം മകളെ സംരക്ഷിക്കേണ്ടി വരുന്ന, സ്വന്തം മകളുടെ നെറികെട്ട പ്രവർത്തനങ്ങൾ, അതായത് എക്സാലോജിക്ക് വഴിയുള്ള ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വീണ വിജയനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒരു പിതാവെന്ന രീതിയിൽ പിണറായി വിജയൻ്റെ മേൽ നിക്ഷിപ്തമാകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് RSSുമായി ഡീൽ നടത്തുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന ഗതികെട്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തം. NK പ്രേമേന്ദ്രനെ സംഘി എന്ന് വിളിച്ച് കളിയാക്കുകയും NK പ്രേമേന്ദ്രനും RSPയും കൂടി BJPക്ക് വേണ്ടി എല്ലാ രീതിയിലും പ്രവർത്തിക്കുകയാണ്, പാർലമെൻറ്റിനകത്തും പുറത്തും എന്ന് വരുത്തി തീർക്കുകയും ചെയ്ത പിണറായി വിജയന് ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ വലിയ തോതിൽ നാണക്കേട് മാത്രമാണ് ഉള്ളത്. പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ തിരിഞ്ഞുകുത്തുകയാണ് എന്നുള്ളത് മാത്രമല്ല, ഷിബു ബേബി ജോൺ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ യഥാർത്ഥ കേരളത്തിലെ CPIMൻ്റെ പ്രവർത്തകരുടെ ശൈലി നോക്കിയാൽ നിങ്ങൾക്കറിയാമല്ലോ, RSSൻ്റെ B ടീമാണവർ എന്നുള്ളത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. കേഡർ സംവിധാനമുള്ള RSS പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ മുതൽക്കൂട്ടാണ് കേഡർ സംവിധാനമുള്ള CPIM എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്ന ഘട്ടമാണിത്. RSPക്ക് കൂടുതൽ കരുത്തേകുന്ന നിമിഷം കൂടിയാണ് ഈ കടന്നു പോകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം. RSPക്ക് യഥാർത്ഥത്തിൽ ഇത്തരമൊരു ഹൈപ്പ് ലഭിക്കുമെന്ന് അവർ പോലും വിചാരിച്ചിരുന്നില്ല. ADGPയും RSS നേതൃത്വവുമായി സംഭാഷണം നടത്തിയത് മുഖ്യമന്ത്രി പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒത്താശയോട് കൂടിയാണ് എന്ന് വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇനിയും മറനീക്കി പുറത്തു വരാൻ അനേകായിരം നഗ്നസത്യങ്ങൾ ഉണ്ട് എന്ന തിരിച്ചറിവാണ് ജനങ്ങളുടെ മേൽ നിക്ഷിപ്തമായിരിക്കുന്നത്. വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ഡീൽ അഥവാ ഈ ബാന്ധവം തുടരും എന്നുള്ള യാഥാർത്ഥ്യം കൂടി ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യം കേരളത്തിൽ പണ്ടും ഉണ്ടായിട്ടുള്ളതായി പല നേതാക്കളും പറഞ്ഞിട്ടുള്ളതാണ്. മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പല ഡീലുകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴിതാ K സുധാകരനും VD സതീശനും കൃത്യമായി തന്നെ എല്ലാ രീതിയിലും മുടിനാരിഴ കീറി ഈ വിഷയങ്ങളെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇനി CPIMന് RSSനെ എതിർക്കുന്ന പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞു നടക്കാൻ ഒരിക്കലും കഴിയില്ല. എല്ലാ രീതിയിലും അവർ RSS നേതൃത്വത്തിനും BJP നേതൃത്വത്തിനും കീഴ്പ്പെട്ട് കഴിയുകയാണ്. അവർ പറയുന്ന പ്ലാനുകൾ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. BJPക്ക് കേരളത്തിൽ ആദ്യമായി ലോക്സഭയിൽ ഒരു അക്കൗണ്ട് തുടങ്ങാൻ എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്ത CPIMൻ്റെ വലിയ രീതിയിലുള്ള സഹായം, ആ സഹായത്തിന് പ്രത്യുപകാരം RSS നൽകാൻ പോകുന്നു എന്നതുകൂടി വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു.